നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് അയാളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. പ്രതാപ, ഇത് ശേഖരമേനോൻ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ്. ഉറപ്പാണോ? ആ, ഉറപ്പാണ്. കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ ടാബ്ലറ്റ് അയാൾ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പൊ നമ്മുടെ സംശയങ്ങൾ ഏതാണ്ട് ശരിയായി വരുന്നു അല്ലേ ചേച്ചി? അതെ, ശരിയായി വരുന്നുണ്ടല്ല. ശേഖരമേനോൻ വേഷം മാറി ഇവിടെ തന്നെയുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് അയാളുടെ പൊയ്മുഖം നമുക്ക് വലിച്ചു കയറണം. ഏയ്, ഇപ്പോഴൊന്നും വേണ്ട പ്രതാപ. എന്താ ചേച്ചി? അയാളെ കൈ കിട്ടിയ കൊല്ലണമെന്നായിരുന്നല്ലോ ചേച്ചിയുടെ തീരുമാനം. എന്നിട്ടിപ്പോ വേണ്ടെന്ന് പറയുന്നത് എന്താ? വേണ്ട എന്നല്ല, ഇപ്പൊ വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ധൃതി കൂട്ടണ്ട പ്രതാപ. അതിന് കാരണം എന്താ ചേച്ചി? പ്രതാപ, നീ ഊഹിച്ചതുപോലെ പാർവതിയും ശേഖരനും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശേഖരനെതിരെയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ വേണം. എവിടെയെങ്കിലും അത് പാളിപ്പോയാൽ പാർവതി നമ്മളെ മാത്രമേ സംശയിക്കൂ. അവൾ അങ്ങനെ നമ്മളെ സംശയിച്ചു തുടങ്ങിയാൽ അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാവും. പക്ഷെ ശേഖരന് ഇനിയും ജീവിക്കാൻ അനുവദിച്ചാലേ നമുക്ക് ആവത്തല്ലേ ചേച്ചി? ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ എപ്പോ വേണമെങ്കിലും നമുക്കിട്ട് പണിയാനുള്ള സിറ്റുവേഷൻ അല്ലേ ഇപ്പോ? അന്ന് തന്നെ കണ്ടില്ലേ വീടിനകത്ത് വന്ന് അയാൾ നമ്മളെ കൊല്ലാൻ നോക്കിയത്. ഇനി അതുപോലൊരു സാഹചര്യം എപ്പോ വേണമെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി വേണം നമ്മൾ ജീവിക്കാൻ. അയാളിനി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാളെ നമുക്ക് കൊല്ലണം. പ്രതാപ, അത് തന്നെയാണ് എന്റെയും ചിന്ത. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊലപാതകമാണ്. വേഷം മാറി നടക്കുന്നത് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല. ഈ ടാബ്ലറ്റ് കൊണ്ട് മാത്രം അയാൾ ശേഖരമേനോനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നീ എന്താ വേണ്ടേ? ഒരിക്കൽ കൂടി അയാൾ ശേഖരമേനോനാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കണം. അതെങ്ങനെ സ്ഥിരീകരിക്കും? ഓരോ മനുഷ്യനും അയാൾ എത്ര സമർത്ഥമായി ആൾമാറാട്ടം നടത്തിയാലും മറച്ചുവെക്കാൻ പറ്റാത്ത ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. അങ്ങനെ ചിലത് ശേഖരമേനോനും ഉണ്ട്. അത് മനസ്സിലാക്കിയെടുത്താൽ ഇയാള് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതെന്താണ്? പറയാം. ഉദാഹരണത്തിന്, ശേഖരമേനോൻ ചായ തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കൂ. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് അയാൾക്ക് ചൂടുള്ളൊരു ചായ കൊടുത്തയക്കാം. അയാൾ അത് തണുത്തതിന് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ അയാൾ ശേഖരമേനോൻ തന്നെയാണ്. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിക്കണ്ട. എങ്ങനെയും ശേഖരമേനോനെ നമുക്കങ്ങ് തീർക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.